JP അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 1202 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കൊല്ലവർഷത്തെ, അതായത് ഒരു വർഷത്തെ ഗുണദോഷ ഫലങ്ങൾ, അല്ലെങ്കിൽ ഈ വർഷം അവർക്ക് എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഇടവൻ രാശിക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. ഇടവ ലഗ്നക്കാർക്കും ഇത് ബാധകമാണ്. ഇടവൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായിട്ടൊരു കാര്യം പറയാം. സാധാരണ വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചില ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് വ്യാഴവും ചൊവ്വയും, ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം സഞ്ചരിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ പൊതുവെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ ബുധനെ, ശുക്രനെ, ആദിത്യനെ ഒന്നും കണക്കാക്കുന്നില്ല. കാരണം അതൊക്കെ ഒരു മാസം കൊണ്ട് ഒരു രാശി കടക്കുന്ന ഗ്രഹങ്ങളാണ്. എന്നാൽ ഇവിടെ ചൊവ്വയുടെ കാര്യം പറഞ്ഞു. ചൊവ്വയും ശരാശരി 1.5 മാസം കൊണ്ട്, അതായത് ഒരു വർഷം 8 രാശി കടക്കേണ്ട ഒരു ഗ്രഹമാണ്. എന്നാൽ ആ ചൊവ്വയും ഈ വർഷം വളരെ പരിമിതമായിട്ട് മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി ഈ 4 രാശികളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റത്തിൻ്റെ ഒരു വർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യാഴമാണെങ്കിൽ കർക്കിടകം, ചിങ്ങം അങ്ങനെ നിൽക്കുന്നു. അതുപോലെ രാഹുകേതുക്കൾ മാറുന്നു, ശനി രാശി മാറുന്നു, ബുധനും ശുക്രനുമൊക്കെ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ മാറ്റത്തിൻ്റെ ഒരു വർഷമായിട്ട് ഈ വർഷം നമുക്ക് കണക്കൂട്ടാം. ശരാശരി ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത്, സൂര്യനും ബുധനും ശുക്രനുമൊക്കെ ഒരു മാസം കൊണ്ട് ഒരു രാശി കടക്കും. ചൊവ്വയാണെങ്കിൽ 1.5 മാസം കൊണ്ട് ഒരു രാശി കടക്കും. അങ്ങനെ നോക്കുമ്പോൾ 8 രാശി കടക്കേണ്ടതാണ് ഈ ഒരു വർഷം. വ്യാഴമാണെങ്കിൽ ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കേണ്ട ഗ്രഹമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സഞ്ചരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അതുപോലെ രാഹുകേതുക്കൾ മാറുന്നു. രാഹുകേതുക്കൾ സാധാരണഗതിയിൽ 1.5 വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കേണ്ട ഗ്രഹമാണ്. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക് മാറുന്നു. അതുപോലെ ശനി 2.5 വർഷം പൂർത്തിയാക്കി ഈ വർഷം തന്നെ, പ്രത്യേകിച്ച് ഇടവം 19-ാം തീയതി മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് മാറും. അപ്പോൾ ഓരോ ഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തിൻ്റെ ആ വ്യതിയാനം ഞാനിവിടെ പറയും. അത് ഒരു പ്രാവശ്യം കേട്ടെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഓരോ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയങ്ങൾ എഴുതി വയ്ക്കുക. അത് ഗുണകരമായിട്ടാണെങ്കിൽ ആ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. മോശമായിട്ടാണെങ്കിൽ അത് മോശാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയും വേണം. അങ്ങനെ മനസ്സിലാക്കി മോശമായ സമയത്തെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, പരിഹരിച്ചു പോവുക. അതെങ്ങനെയൊക്കെയാണെന്ന് പറയാം. അങ്ങനെ പോകുമ്പോൾ ഈ വർഷം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കോടീശ്വര യോഗം ഉണ്ടെന്നോ രാജയോഗം ഉണ്ടെന്നോ ഒന്നും പറയുന്ന ഒരു ചാനലല്ലത്. ഉള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ ആ ഒരു നിഗമനമനുസരിച്ച് തന്നെ, പഞ്ചാംഗത്തിലെ സ്ഥിതികളനുസരിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം തന്നെ ആദ്യം ഞാൻ പറയാം. 2026 ആഗസ്റ്റ് 17 മുതൽ 2027 ആഗസ്റ്റ് 17 വരെയാണ് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. കൊല്ലവർഷ കണക്കനുസരിച്ചാണ്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആരംഭവും ആഘോഷവും പുതുവത്സരവും എല്ലാം തന്നെ ചിങ്ങമാസത്തോടു കൂടി ആരംഭിക്കും. അതുകൊണ്ടാണ് കൊല്ലവർഷം കണക്കാക്കി പറയാമെന്ന് വിചാരിച്ചത്. വ്യാഴം ഈ വർഷം സഞ്ചരിക്കുന്ന കാലയളവ് പറയാം. ഓർമ്മ നിൽക്കാത്തവർ എഴുതി വയ്ക്കുക. ചിങ്ങമാസം മുതൽ, അതായത് ചിങ്ങം 1 മുതൽ, അതിനു മുമ്പേ ഉണ്ട് ചിങ്ങമാസത്തെ കാര്യം പറയുമ്പോൾ, ചിങ്ങമാസം 1-ാം തീയതി മുതൽ തുലാമാസം 14-ാം തീയതി വരെ വ്യാഴം കർക്കിടകൻ രാശിയിൽ നിൽക്കും.
അതായത് ഒക്ടോബർ 31 വരെ. ഈ കർക്കിടകൻ രാശിയിൽ ഒക്ടോബർ 31 വരെ വ്യാഴം നിൽക്കുമ്പോൾ ഇടവൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3-ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അത് പൊതുവെ അത്ര അനുകൂലമാണ്, ഈശ്വരാധീനമുള്ള സമയമാണ് എന്നൊന്നും ആരും പറയില്ല. അപ്പം നിങ്ങൾക്കൊരു പക്ഷേ സംശയം തോന്നാം, കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം ഉച്ചരാശിയിലല്ലേ? നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം സ്വക്ഷേത്ര ബലവാനായോ ഉച്ചത്തിലോ അല്ലെങ്കിൽ മൂലക്ഷേത്രത്തിലോ അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായി ബലവാനായിട്ടാണ് നിൽക്കുന്നത്, വ്യാഴത്തിൻ്റെ സമയമൊക്കെയാണ് ഇപ്പോഴെങ്കിൽ കർക്കിടകത്തിലെ വ്യാഴം 3-ലാണെങ്കിലും ചില ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. എന്നാലും 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നൊരു പഴഞ്ചൊല്ല് ജ്യോതിഷത്തിൽ തന്നെയുണ്ട്. മനസ്സറിയാതെ പ്രശ്നങ്ങൾ വരും. കർക്കിടകമാണ്, കർക്കിടകത്തിലെ വ്യാഴമാണ്. കർക്കിടകം മനസ്സാണ്. മനസ്സിന് പലവിധ വിഷയങ്ങളും പ്രശ്നമായിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു ഈശ്വരവിശ്വാസ കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയമായിട്ട് വരാം. ഇത്രയും നാൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു, എന്നിട്ട് എന്ത് ഗുണമുണ്ടായി, ഇനി എന്ത് ഗുണം ഉണ്ടാകാനാണ് എന്നൊക്കെയുള്ള ആ ഒരു തോന്നലും വരാം. അതാണ് ഈശ്വരാധീനം മാറുന്ന സമയത്ത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് സംഭവിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ. അതുപോലെ തന്നെ നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്ന് തോന്നലും വരാം. ധനപരമായ ഒരു ഗ്രഹമാണ് വ്യാഴം. അത് 3-ാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്നുള്ള വ്യാകുലതയും വരും. സാമ്പത്തിക വിഷയത്തിലൊന്നും അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ 3-ാം ഭാവം സഹോദരങ്ങളെയും പരിസരവാസികളെയും അതുപോലെ കമ്മ്യൂണിക്കേഷനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആ വഴിക്ക്, അതായത് നമ്മൾ മൂലം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ചാലും ഗുണമുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സഹോദരങ്ങളും കൂടെ നിൽക്കുന്നവരും പരിസരവാസികളുമൊക്കെ നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും കാണും. അവർ നമ്മളെ ഇങ്ങനെ സഹായിക്കും, അങ്ങനെ സഹായിക്കും. അങ്ങനെയൊന്നും 100% വിശ്വസിക്കാനും പറ്റുന്ന ഒരു സമയമല്ല. അതാണ് ഒക്ടോബർ 31 വരെ കർക്കിടകൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ, അതായത് 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊതുവായ ഫലം. ഇനിയും ഒക്ടോബർ 31 മുതൽ, അതായത് തുലാം 14 മുതൽ മകരം 10-ാം തീയതി വരെ, അതായത് ജനുവരി 24-ാം തീയതി വരെ വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് മാറും. ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ ഇടവൻ രാശിക്കൂറുകാർക്ക് വ്യാഴം 4-ാം ഭാവത്തിൽ വരും. ആ തീയതി ഒന്നുകൂടെ പറയാം. ഒക്ടോബർ 31 മുതൽ, അതായത് തുലാം 14 മുതൽ മകരമാസം 10-ാം തീയതി വരെ, അതായത് ജനുവരി 24-ാം തീയതി വരെ വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് മാറും. അങ്ങനെ ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ അത് 4-ാം ഭാവത്തിൽ വരും. 4-ാം ഭാവത്തിലെ വ്യാഴം അത്ര വലിയ മെച്ചമാണോ എന്ന് ചോദിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ചിലപ്പോൾ കാരണമാകാം എന്നൊരു സൂചന പറയുന്നുണ്ട്. അത് 4-ാം ഭാവമായതുകൊണ്ട് വീട്, വാഹനം, വീട്ടുപകരണങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മാതാവിൻ്റെ ബന്ധുക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണിയോ മറ്റുപകരണങ്ങളോ മറ്റു സാധനങ്ങളോ ഒക്കെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ ബാധ്യത. രണ്ടാമത്തേത് വാഹന സംബന്ധമായിട്ട് വരുന്ന ബാധ്യതകൾ. മൂന്നാമത്തേത് വീട്ടിലുള്ളവർക്ക് വേണ്ടി, അതായത് നമ്മുടെ കുടുംബത്തിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിൽ അമ്മാവന്മാർ, അനന്തരവരെ ഇങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം നമ്മൾ പ്രതീക്ഷിച്ചാലോ അല്ലെങ്കിൽ അങ്ങോട്ട് സഹായം ചെയ്യണം എന്ന് വിചാരിച്ചാലോ ചിലപ്പോൾ അതൊക്കെ 100% നടക്കുന്ന കാര്യമല്ല. പക്ഷേ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ജാതകത്തിലെങ്കിൽ ആ 4-ലെ വ്യാഴം കൊണ്ട് വീട്ടിലും ഈ പറഞ്ഞതുപോലെ വീട്, വാഹനം, മാതാവ്, ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ സഹായങ്ങളും കുറേയൊക്കെ സാമ്പത്തികമായ പുരോഗതിയും നിങ്ങൾക്കുണ്ടാകാം. വീട്ടിലൊരു സന്തോഷമൊക്കെ വരും. ചിങ്ങൻ രാശിയിലെയാണ്. അപ്പോൾ അധികാര സ്ഥാനത്തുള്ളവരുടെ രാശിയിലേക്കാണ് ഈ പറയുന്ന വ്യാഴം മാറുന്നത്. അധികാരം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രഹനാഥൻ, പിതാവ്
അല്ലെങ്കിൽ കാരണവർ, അതുപോലെ ഭരണാധികാരികൾ, സർക്കാരോ മേലുദ്യോഗസ്ഥന്മാരോ ഇങ്ങനെയുള്ളവരുടെ രാശിയിലേക്കാണ് വരുന്നത്. അപ്പോൾ വ്യാഴം അനുകൂലമാണെങ്കിൽ അവരിൽ നിന്നൊക്കെ, അതായത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ അവരിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് ഈ ചിങ്ങൻ രാശിയിലേക്ക് വ്യാഴം വരുന്നത് കൊണ്ടുള്ള ഒരു ഗുണം. മറ്റൊന്ന്, മകരം 10 മുതൽ, അതായത് ജനുവരി 24 മുതൽ മിഥുനം 10 വരെ, അതായത് ജൂൺ 25 വരെ വീണ്ടും വ്യാഴം കർക്കിടകത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അതിനെ വക്രഗതി എന്നൊക്കെ പറഞ്ഞാലും 3-ാം ഭാവത്തിലെ വ്യാഴമാണ്. അപ്പം ആദ്യം വന്നതുപോലെ അത്ര വലിയ പ്രശ്നം ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. എങ്കിലും അതിചാരത്തിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിചാരം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഒരു രാശി കടക്കേണ്ട ഒരു ഗ്രഹം ഈ രാശിമാറ്റം മൂലം, അതായത് കർക്കിടകത്തിലേക്ക് മാറിയപ്പോൾ മുതൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്ന ഒരു സാഹചര്യം. ഒരു രാശി തന്നെ നിൽക്കാൻ അതിന് പറ്റുന്നില്ല. അപ്പം മാറ്റത്തിൻ്റെ വർഷമാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ജൂൺ 25 വരെ കർക്കിടകത്തിലേക്ക് വ്യാഴം വീണ്ടും മാറുമ്പോൾ, എന്നു മുതലാണ്? ജനുവരി 24 മുതൽ വ്യാഴം ജൂൺ 25 വരെ വീണ്ടും കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ അത് വീണ്ടും 3-ാം ഭാവത്തിൽ തന്നെ വരും. ആ 3-ാം ഭാവത്തിൽ വരുമ്പോൾ ആ സമയവും അത്ര മെച്ചമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മിഥുനം 10-ാം തീയതി മുതൽ, അതായത് ജൂൺ 25 മുതൽ ചിങ്ങത്തിലേക്ക് മാറും. ചിങ്ങൻ രാശിയിലേക്ക് ഒരു വർഷം സഞ്ചരിക്കാനായിട്ട് രാശി മാറുകയാണ്. അപ്പം ഇത്രയും രാശിമാറ്റങ്ങളിൽ കർക്കിടകം ചിങ്ങം ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ വർഷം നമുക്ക് പല ചേഞ്ചും വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. ഇനി രാഹുകേതുക്കളുടെ സ്ഥിതി എടുത്താൽ, കുംഭൻ രാശിയിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിലാണെങ്കിലും 10-ാം ഭാവാധിപൻ 11-ൽ, അതായത് ശനി 11-ൽ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ വർഷം കടന്നു പോകുന്നത്. അപ്പോൾ 11-ൽ ശനി സഞ്ചരിക്കുമ്പോൾ ആഗമന സ്ഥാനമാണ്, അതായത് വരവിൻ്റെ സ്ഥാനമാണ്, ഇഷ്ടഭാവവുമാണ്. ഇങ്ങനെയുള്ള ശനിക്ക് ഒരു പക്ഷേ എന്തെങ്കിലും അപാകതകൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിലും, അതായത് ശനി അത്ര അനുകൂലമായിട്ടല്ല നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിലും, ഈ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടകൻ രാശിയിൽ എപ്പോഴൊക്കെ വ്യാഴം സഞ്ചരിക്കാൻ വരുന്നുവോ അല്ലെങ്കിൽ സഞ്ചരിക്കുന്നുവോ ഈ സമയങ്ങളിലെല്ലാം മീനത്തിലെ ശനിക്ക് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി ലഭിക്കും. അത് ശനിയുടെ ഗുണത്തെ സൂചിപ്പിക്കും. ദോഷമുണ്ടെങ്കിൽ കുറേയൊക്കെ പരിഹരിച്ചു പോകും. കാരണം മീനൻ രാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ്. അവിടേക്കാണ് കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴം നോക്കുന്നത്. ആ മീനത്തിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിക്കൊരു ശുഭത്വം ലഭിക്കുകയും ചെയ്യും. എപ്പോഴാണ്? കർക്കിടകത്തിൽ മാത്രം വ്യാഴം സഞ്ചരിക്കുന്ന സമയം. ആ കർക്കിടകത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ചിങ്ങമാസം മുതൽ തുലാം 14 വരെ, അല്ലെങ്കിൽ ഒക്ടോബർ 31 വരെ. അതിനുശേഷം വരുന്നത് മകരം 10 മുതൽ, അതായത് ജനുവരി 24 മുതൽ ജൂൺ 25 വരെ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് 3-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിലും, അതായത് കർക്കിടകത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിലും, ആ കർക്കിടകത്തിലെ വ്യാഴം ശനിക്ക് ഒരു ഗുണമായിട്ട് വരും. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ 11-ാം ഭാവത്തിൽ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ചില ഗുണങ്ങൾ ലഭിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 11-ാം ഭാവം എന്ന് പറയുന്ന ആഗമന സ്ഥാനം എന്ന് പറയും. ലാഭം, സമ്പാദ്യം, ആഗമനം, ജ്യേഷ്ഠ സഹോദരന്മാർ, അതുപോലെ ഇഷ്ടസാധ്യങ്ങൾ, മുതിർന്ന മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള, അതായത് പ്രായമായ മക്കളുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കാം. അതാണ് 11-ാം ഭാവം. ലാഭം, 10-ാം ഭാവാധിപനാണ് 11 നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ മേന്മ അല്ലെങ്കിൽ ജോലിയിൽ നിന്നുള്ള
മികച്ച എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം, അതുപോലെ ബിസിനസ് ആണെങ്കിൽ ലാഭം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ 11ാം ഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇഷ്ടസാധ്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സാധ്യമാകുന്ന ഒരു ഭാവം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, അത് മറക്കരുത്. കാരണം ഉള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചാനലാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 11ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. അപ്പം വ്യാഴം നിങ്ങൾക്ക് ബലവാനായി ഇഷ്ടഭാവത്തിൽ ജാതകത്തിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും കർക്കിടകത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തൊഴിൽപരമായോ അല്ലാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. അതാണ് വ്യാഴത്തിൻ്റെ ശനിയും തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. എന്നാൽ ചിങ്ങൻ രാശിയിലേക്ക് വ്യാഴം മാറുന്ന സമയം ഈ പറയുന്ന ശനിക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലഭിക്കുകയില്ല. കാരണം ചിങ്ങത്തിൽ നിൽക്കുന്ന വ്യാഴം മീനത്തിലേക്ക് നോക്കത്തില്ല, അത് കുംഭത്തിലേക്ക് നോക്കും. പിന്നെ നോക്കുന്നത് മേടൻ രാശിയിലേക്കാണ്. അതായത് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികം, അതുപോലെ തന്നെ മീനം, കർക്കിടകം, വൃശ്ചികം, മീനം, ഇത് 3 ത്രികോണ രാശികളായതുകൊണ്ട് ഈ 3 ഭാവത്തിലേക്കും അതിൻ്റെ സ്വാധീനം വരും. മറ്റൊന്ന് 7ാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും പൂർണ്ണദൃഷ്ടിയുണ്ട്. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ മകരത്തിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ മകരം കർക്കിടകത്തിൻ്റെ നീചരാശിയാണ്. അതിന് വലിയ മെച്ചമൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചിങ്ങത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനത്തിന് ലഭിക്കുന്നില്ല, കുംഭൻ രാശിക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പം ശനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സൂചന. അപ്പം ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് എപ്പോഴാണ്? തുലാം 14 മുതൽ മകരം 10 വരെ, അതായത് ഒക്ടോബർ 31 മുതൽ ജനുവരി 24 വരെ ചിങ്ങത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ശനിക്ക് ആനുകൂല്യം ലഭിക്കത്തില്ല. അതുപോലെ തന്നെ മിഥുനം 10 മുതൽ ചിങ്ങത്തിലേക്കാണ് വരുന്നത്. അപ്പം മിഥുനം 10 മുതൽ എന്ന് പറയുമ്പോൾ ജൂൺ 25 മുതൽ വ്യാഴം ചിങ്ങത്തിലേക്ക് വരുമ്പോഴും ശനിക്ക് ഈ ആനുകൂല്യം ലഭിക്കത്തില്ല. എന്നാൽ ലഭിക്കുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ശനി രാശി മാറുന്നത് ജൂൺ 2-ാം തീയതിയാണ്. ജൂൺ 2-ാം തീയതി, അതായത് ഇടവം 19-ന് മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് ശനി മാറും. ശനിക്ക് മേടൻ രാശി നീചരാശിയാണ്. അപ്പം നീചത്തിൽ നിൽക്കുന്ന ശനി 10ാം ഭാവത്തിൻ്റെയും 9ാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇടവൻ രാശിക്കാർക്ക്. അപ്പോൾ 9 ഭാഗ്യസ്ഥാനമാണ്. പിതാവ്, അതുപോലെ മുതിർന്ന പുത്രന്മാർ, ഭാഗ്യം, പൂർവപുണ്യം, ഇതെല്ലാം പൂർവസ്വത്ത്, ഇതെല്ലാം 9ാം ഭാവം വരും. ഭാഗ്യം കൂടിയാണ്. 10 എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ്, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം 9ൻ്റെയും 10ൻ്റെയും ഭാഗ്യത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സ്ഥാനം വഹിക്കുന്ന ശനി നീചനായി 12ലേക്ക് വരികയാണ്. എപ്പോഴാണ്? ജൂൺ 2-ാം തീയതി, അതായത് ഇടവം 19-ന്. അങ്ങനെ വരുമ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരു ചേഞ്ച് തന്നെ നമുക്ക് പറയാം. തൊഴിൽപരമായ ചേഞ്ച്, നിലനിൽപ്പിൻ്റെ ചേഞ്ച്. ശനി ഒരു പക്ഷേ നിങ്ങൾക്ക് നീചനൊന്നുമല്ല, വളരെ ബലവാനായ ഇഷ്ടഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാകില്ല. എന്നാലും 7-2 ശനിയുടെ ആദ്യത്തെ തുടക്കമാണ് ഈ മേടത്തിലേക്ക് ശനി മാറുമ്പോൾ. അത് 2.5 വർഷം വരും. അത് കഴിഞ്ഞ് വീണ്ടും ജന്മരാശിയിലേക്ക് വരും, പിന്നെ 2-ാം ഭാവത്തിലേക്ക് വരും. അങ്ങനെ 3 രാശിയിലായി 7.5 വർഷം ശനി 7-2 ശനിയായി സഞ്ചരിച്ച് തുടങ്ങുന്നതിൻ്റെ ആദ്യ പടിയായ 12-ാം ഭാവത്തിലേക്കാണ് ഈ ഇടവം 19ലേക്ക് ശനി വരുന്നത്. അപ്പോൾ മേടത്തിലെ ശനി അന്നേരം നീചനുമാണ്. അങ്ങനെ നീചനായി നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ കാര്യത്തിലും ഭാഗ്യാവസ്ഥയ്ക്കും വളരെയേറെ ദോഷം ചെയ്യാം എന്ന ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇതിന് ഒരല്പം ആശ്വാസം ലഭിക്കുന്ന സമയം കൂടിയുണ്ട്. എപ്പോഴാണ്? വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് മാറുന്ന സമയം, അതായത് ജൂൺ 2-ാം തീയതിക്ക് ശേഷം വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് എപ്പോൾ വരും
അതാണ് നമുക്കിവിടെ ചിന്തിക്കേണ്ടത്. ജൂൺ 25 മുതലാണ് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത്. അപ്പോൾ ജൂൺ 2-ാം തീയതി രാശി മാറി. ജൂൺ 25-ന് വ്യാഴം ചിങ്ങത്തിൽ വരും. എന്ന് പറഞ്ഞാൽ ഈ ജൂൺ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായിട്ട് വരും. കാരണം ശനി നീചനായി 7-ാം ശനിയുടെ തുടക്കമായി ആദ്യത്തെ ആ 2.5 വർഷത്തിലേക്ക് 12-ാം ഭാവമായ നഷ്ടസ്ഥാനത്തിലേക്ക് കടക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യവും മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. അതൊന്ന് ലഭിച്ചു തുടങ്ങണമെങ്കിൽ ജൂൺ അവസാനമാകണം. അപ്പോൾ ജൂൺ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മാസമായിട്ട് വരും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10-ാം ഭാവത്തിൽ നിന്ന് 9-ാം ഭാവത്തിലേക്ക് രാഹു മാറി, അതുപോലെ കേതുവും മാറും. എന്നാൽ ഡിസംബർ 5-ാം തീയതി രാഹു മകരൻ രാശിയിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറി. അപ്പോൾ 9-ാം ഭാവത്തിലാണ് വരുന്നത്. 10-ാം ഭാവത്തിൽ നിന്ന് അത് 9-ാം ഭാവത്തിലേക്ക് വന്നു. 10-ൽ രാഹു സഞ്ചരിച്ചാലും അത് വലിയ ഗുണം ചെയ്യില്ല. പക്ഷേ 10-ാം ഭാവാധികാരം ഇഷ്ടഭാവത്തിൽ 11-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തിലൊക്കെ നിന്ന സമയത്ത് നിങ്ങൾക്ക് ഗുണമൊക്കെ ചെയ്യും. എന്നാൽ ഇവിടെ രാഹു മാറുമ്പോൾ ഡിസംബർ 5-ാം തീയതി മാറുമ്പോൾ അത് 9-ാം ഭാവത്തിലേക്ക് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് രാഹു വരിക എന്ന് പറഞ്ഞാൽ രാഹു ഏത് രാശിയിൽ നിന്നാലും ആ രാശിയുടെ അധിപൻ നമുക്ക് അനുകൂലമാണോ എന്നാണ് ചിന്തിക്കുന്നത്. അനുകൂലമായിട്ട് ജൂൺ 2-ാം തീയതി വരെ കുറേ സമയമുണ്ട്. ആ സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. രാഹു നിങ്ങളുടെ സാധാരണഗതിയിൽ എല്ലാവരും പറയും രാഹു കേതുക്കളെ കണക്കാക്കണ്ട, ഛായാഗ്രഹങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ജീവിതത്തിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്, അതിൻ്റേതായ സ്വാധീനവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ കേതു ഈ ഡിസംബർ 5-ാം തീയതി തന്നെ കേതുവും ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറും. കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ 3-ാം ഭാവത്തിലാണ്. അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. എങ്കിലും കർക്കിടകത്തിലേക്കാണ് ഈ കേതു വരുന്നത്. കർക്കിടകം എന്ന് പറയാൻ മനസ്സാണ്. അപ്പം മനസ്സ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ഡിസംബർ മുതൽ മാറാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ വ്യാഴം നിൽക്കുന്ന കാലത്ത്, അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചൊവ്വായുടെ രാശിമാറ്റമാണ്. ചൊവ്വായുടെ രാശിമാറ്റം നമ്മൾ പറയുമ്പോൾ മിഥുനം, കർക്കിടകം, ചിങ്ങം, കർക്കിടകം, ചിങ്ങം, കന്നി, ഇങ്ങനെ മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി ഈ 4 രാശികളിലായിട്ട് മാറി മാറി സഞ്ചരിച്ച് ഒരു വർഷം തികയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ ചൊവ്വ 8 രാശി കടക്കണം. കാരണം 1.5 മാസമാണ് ഒരു രാശി കടക്കാൻ ചൊവ്വയ്ക്ക് വേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനൊരു സംഭവം വരുന്നില്ല. മിഥുനത്തിലും കർക്കിടകത്തിലും ചിങ്ങത്തിലും കന്നിയിലുമായിട്ട് തീരുന്നു. അപ്പം തുടക്കത്തിൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു, പിന്നെ കർക്കിടകത്തിൽ വരുന്നു, പിന്നെ ചിങ്ങത്തിൽ വരുന്നു, വീണ്ടും ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പോകുന്നു, കർക്കിടകത്തിൽ നിന്ന് വീണ്ടും ചിങ്ങത്തിലേക്ക് വരുന്നു, മിഥുനമാസം 19-ാം തീയതി കന്നിയിലേക്ക് മാറുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുസ്ഥിതി. ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പം കന്നിമാസം 2-ാം തീയതി വരെ മിഥുനൻ രാശിയിൽ ചൊവ്വ നിൽക്കും. മിഥുനൻ രാശിയിൽ ചൊവ്വ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇടവൻ രാശിക്കൂറുകാരെക്കുറിച്ചും ഇടവൻ ലഗ്നക്കാരെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവത്തിൽ സെപ്റ്റംബർ 18 വരെ, അതായത് കന്നിമാസം 2-ാം തീയതി വരെ മിഥുനൻ രാശി ചൊവ്വ വരുമ്പോൾ 2-ാം ഭാവത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. 2-ാം ഭാവം എന്ന് പറയുമ്പോൾ 1 ധനം, സാമ്പത്തികമായ കാര്യങ്ങൾ, 2 വിദ്യാഭ്യാസം, 3 കുടുംബം, 4 നമ്മുടെ സംസാര രീതി, പിന്നെ ഭക്ഷണ കാര്യങ്ങൾ, ഭോജനം,
അതുപോലെ തന്നെ എഗ്രിമെൻറ്റുകൾ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ സാമ്പത്തികമായോ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള എഗ്രിമെൻറ്റ്, പത്രിക. പിന്നെ പൂർവ്വസ്വത്ത്, യാത്ര, ഇതെല്ലാം തന്നെ രണ്ടാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ മിഥുനൻ രാശിയിലാണ്. മിഥുനത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ കൂടി സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. സുഹൃത്തുക്കൾ, സഹപാഠികൾ, ബന്ധുക്കൾ, ഇതെല്ലാം വിദ്യാഭ്യാസം, ഇതെല്ലാം ഈ പറയുന്ന ചൊവ്വയുമായിട്ട് കണക്ട് ചെയ്ത, ബുധനുമായിട്ട് കണക്ട് ചെയ്താൽ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബുധൻ്റെ രാശിയിൽ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകാം. ധനപരമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടാകണമെന്നില്ല. എവിടെ നിന്നെങ്കിലും പൈസ കിട്ടാനോ ആർക്കെങ്കിലും പൈസ കൊടുക്കാനോ ഉണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ സമയത്തിന് സാധിച്ചെന്ന് വരത്തില്ല. പറയുന്ന വാക്ക് ചിലപ്പോൾ പാലിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഭക്ഷണ കാര്യങ്ങളിൽ അത്ര സുഖമൊന്നും തോന്നത്തില്ല. ഏതെങ്കിലും കാര്യത്തിൽ എഗ്രിമെൻറ്റുകളോ അല്ലെങ്കിൽ രേഖകളോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും അത്ര വലിയ വാല്യൂ ഉണ്ടാവത്തില്ല. എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ട് മുന്നോട്ട് അതനുസരിച്ച് പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരാം. അതുപോലെ പൂർവിക സ്വത്തിനെ സംബന്ധിച്ച് ചൊവ്വയാണ്. ഭൂമി, സ്വർണം മുതലായ പ്രോപ്പർട്ടികൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ കുടുംബപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, വീട്ടിലുള്ളവരുമായിട്ടും കുടുംബക്കാരുമായിട്ടും ഒക്കെ ചില ഭിന്നതകൾ വരാം. ഇതെല്ലാം തന്നെ ചൊവ്വ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് നവംബർ 12 വരെ ചൊവ്വ കർക്കിടകൻ രാശിയിലേക്ക് വരും. കർക്കിടകൻ രാശിയിലേക്ക് ചൊവ്വ വരുമ്പോൾ കർക്കിടകത്തിലെ ചൊവ്വ നീചനാണ്. ആ നീചനാണെങ്കിലും അത് 3-ാം ഭാവത്തിൽ വരും. 3-ാം ഭാവത്തിൽ വരുമ്പോൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. എങ്കിലും കർക്കിടകത്തിലെ ചൊവ്വയാണ് മാനസിക പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാക്കും. മറ്റൊരു കാര്യം, വ്യാഴം നിൽക്കുന്ന കാലങ്ങളിൽ, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു, വ്യാഴം കർക്കിടകത്തിൽ എപ്പോഴാണ് വരുന്നത്. നിൽക്കുന്ന സമയങ്ങളിൽ അത്ര വലിയ വിഷമതയൊന്നും ഉണ്ടാകത്തില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ കർക്കിടകത്തിലെ ചൊവ്വ മാനസിക സംഘർഷത്തെയും ഉണ്ടാക്കും. അതുപോലെ 3-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാകണം എന്നൊന്നുമില്ല. കാരണം ചൊവ്വ 3-ാം ഭാവത്തിൻ്റെ കാരകഗ്രഹമാണ്. കാരകനായ ഗ്രഹം ആ ഭാവത്തിൽ വരുന്നത് അത്ര മെച്ചമാണ് എന്ന് ജ്യോതിഷം പറയുന്നില്ല. അതുകൊണ്ട് 3, 6, 10, 11 ഭാവങ്ങളിലൊക്കെ ചൊവ്വ വരുമ്പം വലിയ ദോഷമൊന്നും പറയാറില്ലെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. കർക്കിടകത്തിലെ ചൊവ്വയുണ്ട് മാനസികമായ പ്രശ്നങ്ങൾ വരാം, സഹോദരങ്ങളുമായിട്ട് കലഹം വരാം, ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളൊക്കെ വരാം. അങ്ങനെയൊക്കെ സൂചിപ്പിക്കാം. പിന്നീട് മാർച്ച് 9 വരെ അത് ചിങ്ങൻ രാശിയിലേക്ക് മാറും. മാർച്ച് 9 വരെ ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ, അതായത് കുംഭം 25 വരെ അത് 4-ാം ഭാവത്തിൽ വരും. 4-ാം ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറഞ്ഞാൽ അത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകളാണ്. കാരണം ചിങ്ങൻ രാശി ആദിത്യനെ സൂചിപ്പിക്കുന്ന സർക്കാരുമായും അധികാരികളുമായും അതുപോലെ തന്നെ വീട്ടിലുള്ള മുതിർന്ന കാരണവന്മാരുമായും ഒക്കെ തന്നെ ചില ഭിന്നതകൾക്ക് കാരണമാകാം. 4-ാം ഭാവമാണ്. വീട്ടിൽ ചില കശവിശയൊക്കെ ഉണ്ടാകാം, വാക്ക് തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ വരാം. ഒരു കാര്യം ഞാൻ പറയാം, 4-ൽ വ്യാഴം വരുന്ന സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ സമയത്ത് വരുമോ ഇല്ലയോ ഞാൻ നോക്കിയില്ല. എങ്കിലും കുംഭം 25 വരെ ചിങ്ങൻ രാശി ചൊവ്വ സഞ്ചരിക്കും. അവിടെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. കാരണം കുംഭം 25 വരെ എന്ന് പറയുമ്പം മിഥുനം 10 മുതൽ ആണ് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത്. പിന്നെ തുലാം 14 മുതൽ മകരം 10 വരെ. അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യം സാധാരണഗതിയിൽ 4-ാം ഭാവത്തിന് ലഭിക്കുന്ന സമയമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ മാർച്ച് 9 മുതൽ ഏപ്രിൽ 26 വരെ, അതായത് മേടം 12 വരെ ചൊവ്വ വീണ്ടും
കർക്കിടകൻ രാശിയിലേക്ക് മാറും. കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ വീണ്ടും 3-ാം ഭാവത്തിൽ വരും. അതും അത്ര മെച്ചമാണ് എന്നൊരു സൂചനയില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം വക്രഗതി എന്ന ഒരു സ്ഥിതി അനുസരിച്ച് വേണമെങ്കിൽ നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. വീണ്ടും മിഥുനം 19 വരെ, അതായത് ജൂലൈ 4 വരെ ചിങ്ങൻ രാശിയിലേക്ക് മാറും ചൊവ്വ. ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ മിഥുനം 19 മുതൽ, മിഥുനം 10 മുതൽ ചിങ്ങത്തിൽ വ്യാഴം വരും. ആ വ്യാഴം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് പാപരാശിയാണ് ചിങ്ങം, പാപഗ്രഹമാണ് ചൊവ്വ. എങ്കിലും അവിടെ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് നല്ലതാണ്. അതായത് വീട്ടുകാരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് സാമ്പത്തികമായ ചില വിഷമതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി, പ്രോപ്പർട്ടി സംബന്ധമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഒരു പക്ഷേ വർഷത്തിൻ്റെ അവസാനം നിങ്ങൾക്കുണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ശനി ഈ വർഷം മൗഢ്യത്തിൽ വരുന്ന സമയമുണ്ട്. അത് മീനം 9-ാം തീയതി മുതൽ മേടം 9 വരെ, അതായത് മാർച്ച് 23 മുതൽ ഏപ്രിൽ 23 വരെ, ഒരു മാസക്കാലം. അപ്പോൾ ശനി മൗഢ്യത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ശനി മീനത്തിലാണ് നിൽക്കുന്നത്, 11-ാം ഭാവത്തിൽ. 11-ാം ഭാവത്തിൽ മൗഢ്യത്തിൽ വരുന്ന ഗ്രഹം ഒരുപാട് വലിയ ഗുണത്തെ ഒന്നും ചെയ്യത്തില്ല, 11-ാം ഭാവമാണെങ്കിലും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കുറേ ഗുണം നമുക്ക് ലഭിക്കും എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാർ ഞാനീ പറഞ്ഞതൊക്കെ കേട്ട് ഈ സമയത്തൊന്നും കിട്ടില്ലല്ലോ എന്നൊന്നും പറയരുത്. അത് മാർച്ച് 23 മുതൽ ഏപ്രിൽ 23 വരെ ശനി മൗഢ്യത്തിലാണ്. അതുകൊണ്ട് ഫലം കുറയും. വ്യാഴത്തിൻ്റെ ആനുകൂല്യം അനുസരിച്ചുള്ള ചില മേന്മകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. കുംഭം 25 മുതൽ മേടം 12 വരെ ചൊവ്വ വക്രഗതിയിലാണ്. അത് ഒരു നല്ല കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കുംഭം 25 വരെ ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോൾ പിന്നീട് അത് കർക്കിടകൻ രാശിയിലേക്കാണ് മാറുന്നത് 25 മുതൽ. അപ്പോൾ കർക്കിടകൻ രാശിയിലേക്ക് മാറുന്ന ആ മേടം 12 വരെയുള്ള സമയം അത് വക്രഗതിയെ പ്രാപിക്കുന്നത് കൊണ്ട് 3-ാം ഭാവത്തിലെ ചൊവ്വയുടെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് കുറേയൊക്കെ ലഭിക്കും. സഹോദരങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് ഒതുങ്ങി തീർക്കാം. അതുപോലെ തന്നെ ചടപട സംസാരിക്കുന്ന രീതിക്കൊക്കെ ഒരു മാറ്റം വരാം. ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മുഖം നോക്കാതെ മുഷിഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ കോപം കൊണ്ടോ എടുത്തിയാട്ടം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാം. ചുരുക്കത്തിൽ വളരെയേറെ മാറ്റത്തെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് ഈ പറയുന്ന കൊല്ലവർഷം 1102-ാം ആണ്ട്. ഇനി വ്യാഴവും ശനിയും തമ്മിൽ ഒരു ബന്ധം വരുന്ന സമയങ്ങൾ ഞാൻ പറയാം. അത് തുലാം 14 വരെ ഉള്ള സമയം, അതായത് ഒക്ടോബർ 31 വരെ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ മീനത്തിലെ ശനിക്ക് അതിൻ്റെ ഒരു ശുഭത്വം ലഭിക്കുന്നു. അതുപോലെ തന്നെ മകരം 10 മുതൽ ജനുവരി 27 മുതൽ ഇടവം 18 വരെ, ജൂൺ 1-ാം തീയതി വരെ വ്യാഴം വീണ്ടും കർക്കിടകത്തിൽ വരും. അപ്പോഴും 1-ാം തീയതി വരെ ശനിക്ക് ദൃഷ്ടി കിട്ടും. 2-ാം തീയതി ശനി മാറുകയും ചെയ്യും. അതാണ് ഈ തീയതി ഓർത്തോണമെന്ന് പറഞ്ഞത്. ഇടവം 19 മുതൽ, അതായത് ജൂൺ 2 മുതൽ ശനി മേടൻ രാശിയിലേക്ക് മാറുന്ന ആ സമയത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ല. ജൂൺ 25 വരെ ശനി മേടത്തിലാണ്, വ്യാഴം കർക്കിടകത്തിലുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മാസം, ജൂൺ മാസം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്ന്. ജൂൺ 25 മുതൽ ശനിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കും. അതുപോലെ തുലാം 14 ഒക്ടോബർ 31 മുതൽ ചിങ്ങൻ രാശിയിലേക്ക് വ്യാഴം വരുമ്പോഴും മീനത്തിലെ ശനിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊന്നും ലഭിക്കത്തില്ല, ജനുവരി 24 വരെ. അപ്പം നവംബർ, ഡിസംബർ, ജനുവരി
ഈ 3 മാസക്കാലവും നിങ്ങൾ സൂക്ഷിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ജൂൺ മാസം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചൊവ്വയുടെ സമയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ചില സമയങ്ങളെ നമ്മൾ ഓർത്ത് വെച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് നല്ല സമയം ഏതാണ്, മോശ സമയം ഏതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് മോശപ്പെട്ട സമയം എപ്പോഴാണെന്ന്. കാരണം നിങ്ങൾക്ക് രാജയോഗമുണ്ട്, കോടീശ്വരയോഗമുണ്ട്, ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ മറ്റേത് കിട്ടും, മറ്റേത് കിട്ടും എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നും. നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കും. അതാരെങ്കിലും പറഞ്ഞാലും കിട്ടും, പറഞ്ഞില്ലെങ്കിലും കിട്ടും. മറിച്ച് സമയം നിങ്ങൾക്ക് മോശമാണെന്ന് വരികിൽ ഏത് വഴിയാണ് കോടാലി വന്ന് കയറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ പറഞ്ഞതുപോലെ ഒന്നും അല്ലല്ലോ, ഞങ്ങൾക്ക് ഗുണമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന പലരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മോശപ്പെട്ട സമയത്തെ നിങ്ങൾക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും. ഇപ്പോൾ വ്യാഴം അനുകൂലമല്ലെങ്കിൽ ഈശ്വരാധീനമാണ് ഏറ്റവും പ്രധാനം. വ്യാഴം വിഷ്ണുവാണ്. കർക്കിടകത്തിലാണ് വ്യാഴം വരുന്നത്, 3-ാം ഭാവത്തിൽ. അപ്പം 3-ാം ഭാവത്തിലെ വ്യാഴവും 4-ലെ ചിങ്ങത്തിലെ വ്യാഴവും ഈ 3-4 ഭാവങ്ങളിലൊക്കെ വ്യാഴം വരിക എന്ന് പറയുമ്പം ദേവീയുടെ ശിവപാർവതിയെ മതി, ദേവീഭാവത്തിൽ മഹാലക്ഷ്മിയെ മതി. ഇങ്ങനെ നിങ്ങൾ ദേവിയെ ആരാധിക്കുക. വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സർവേശ്വരാണ് ഗുരു, എല്ലാ ദേവീദേവന്മാരുടെയും സൂചനയെന്ന് പറയുന്നുണ്ട്. സകലവരുടെയും അനുഗ്രഹം നമുക്ക് വേണം. അപ്പം നിങ്ങളുടെ ഇഷ്ടദേവനും ദേവിയും ഒക്കെ ആരാണോ അവരെ ഭജിക്കുക. ഒപ്പം സാധാരണഗതിയിൽ എല്ലാവരും പറയും വിഷ്ണുവിനെ ഭജിക്കും. വ്യാഴം വിഷ്ണുവിനെ മാത്രമായിട്ട് സൂചിപ്പിക്കുന്ന ഒന്നുമില്ല. കർക്കിടകത്തിലെ വ്യാഴം ദേവീ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്, അത് മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ ചൊവ്വ വരുന്ന സമയങ്ങൾ ദുർഗാ ഭഗവതിയെയും ഭദ്രകാളിയെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്, ഉഗ്രമൂർത്തികൾ. അപ്പം അങ്ങനെയുള്ളവരെയും, അതുപോലെ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പം അത് ശിവനെ സൂചിപ്പിക്കുന്നതാണ്. കാരണം ആദിത്യൻ്റെ രാശിയാണ്, ആദിത്യൻ ശിവനെ സൂചിപ്പിക്കുന്നതാണ്. ശനിയാണെങ്കിലോ നിങ്ങൾക്ക് മേടത്തിലേക്ക് ശനി വരുമ്പോൾ, ഇപ്പോൾ 11-ാം ഭാവത്തിൽ ശനി അനുകൂലമായി നിൽക്കുന്ന സമയം അല്ലാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊന്നും ഇല്ലാതെ വരുന്ന സമയവും അതുപോലെ മേടത്തിലേക്ക് മാറുന്ന സമയമൊക്കെ ഈ ശനിക്ക് ശിവനെയും നിങ്ങൾക്ക് ആരാധിക്കാം. അതുപോലെ തന്നെ മേടൻ രാശിയിലാണ് സുബ്രഹ്മണ്യനെ ആരാധിക്കാം, ശാസ്താവിനെ ആരാധിക്കാം. എന്തായാലും മോശ സമയം നമ്മളെക്കൊണ്ട് ചിലപ്പോൾ തരണം ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. പക്ഷേ ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ചിലപ്പോൾ ലഭിച്ചെന്ന് വരും. അപ്പോൾ എന്താണ് വേണ്ടുന്നത്? ഈശ്വര വിചാരം വേണം, ദൈവവിചാരം വേണം. അതനുസരിച്ച് ധാർമ്മികമായി നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ, വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും അത് ലഘൂകരിക്കാനും ചെറിയ ചെറിയ മേന്മകൾ അത് നമുക്ക് വലിയ മേന്മയായിട്ട് മാറാനുമൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. അതാണ് ഈ വർഷത്തിൻ്റെ മാറ്റത്തിൻ്റെ വർഷമാണ് എന്ന് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് മറ്റുള്ളവർ കൂടി, നിങ്ങളുടെ പരിചയക്കാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.